സ്വാമിയേ ശരണമയ്യപ്പ. ഇന്ന് എരുമേലി, പമ്പാവാലി, ഏഞ്ചൽ വാലി വഴി ശബരിമല. നമ്മളാ പോകുന്ന വഴിക്ക് അട്ടത്തോടെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ കാട്ടിൽ നിന്നൊക്കെ ഈ ആദിവാസികൾ ശേഖരിക്കുന്ന ഔഷധ മരുന്നുകൾ കിട്ടുന്ന ഒരു സഹകരണ സംഘമുണ്ട്. കേരള സർക്കാരിൻ്റെയാണ്. ഒരുപാട് അസുഖങ്ങൾക്കുള്ള കാട്ട് പച്ചമരുന്നുണ്ട്. അതെവിടെയാണെന്ന് കൂടെ പരിചയപ്പെടുത്താം. ആവശ്യമുള്ളവർ അവിടെ ഇറങ്ങി നിങ്ങളുടെ കാര്യം പറയുമ്പോൾ അവർ മരുന്ന് തരും. ഒറിജിനൽ സാധനം കേട്ടോ. ഫോറസ്റ്റിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയും എല്ലാം കൂടെ ഒരു സഹകരണത്തിൽ നിർമ്മിക്കുന്നതാണ്. ഇനി പേട്ട ക്ഷേത്രത്തിൽ നിന്ന് വാവരുപള്ളിയും കയറി ധർമ്മശാസ്ത്ര ക്ഷേത്രവും കയറി ശബരിമല. നമ്മൾ ശബരിമലയ്ക്ക് പോകാൻ വരുമ്പോൾ ശരിക്കും ആദ്യം ചെയ്യേണ്ടത് പേട്ട ക്ഷേത്രത്തിൽ കയറി ഒരു വെറ്റയും ഒരു പാക്കും അതിലൊരുപാടൊരു നാണയവും വെച്ച് പേട്ട ക്ഷേത്രത്തിന് 3 വലം വെച്ച് അയ്യപ്പസ്വാമിയോട് ശബരിമല മല കയറാനുള്ള അനുമതി വാങ്ങണം. അത് വാങ്ങിയതിന് ശേഷം അത് ആ ഫ്രണ്ടിൽ കാണുന്ന ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കണം. അതിന് ശേഷമാണ് നമ്മൾ കറക്റ്റായിട്ട് ശബരിമലയ്ക്ക് പോകുന്ന രീതിയും സങ്കല്പവും. അതുപോലെ തന്നെ ഭക്തരെല്ലാം പേട്ട തുള്ളാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും എല്ലാ മാസവും വരുമ്പോഴും എരുമേലി വന്ന് പേട്ട തുള്ളാറുണ്ട്. എന്നാൽ ആചാരപ്രകാരം പേട്ട തുള്ളുന്നത് അങ്ങനല്ല. ഞാനതിൻ്റെ ഒരു ഫുള്ള് വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഒന്നുകൂടെ ഒന്ന് സൂചിപ്പിക്കാം. ധനുമാസം 20-ന് ശേഷമാണ് യഥാർത്ഥത്തിൽ പേട്ട തുള്ളേണ്ടത്. ധനു 27-നാണ് അമ്പലപ്പുഴക്കാരുടെയും ആലങ്ങാട്ടുകാരുടെയും പേട്ട തുള്ളൽ. ഭക്തർ പേട്ട തുള്ളേണ്ടത് എരുമേലി പേട്ട ക്ഷേത്രത്തിനോട് ചേർന്ന് എല്ലാ സാധന സാമഗ്രികളും കിട്ടും. അതിൽ 3 മുഴം നീളമുള്ള ഒരു കമ്പ് വാങ്ങി അതിൻ്റെ അങ്ങേ തലയ്ക്ക് ഇങ്ങേ തലയ്ക്കും പച്ചക്കറികൾ വാങ്ങി കിഴി കെട്ടി ഇതിൽ രണ്ടിൻ്റെ അറ്റത്ത് കെട്ടിത്തൂക്കി ദേഹത്ത് ചായം പുരട്ടി കയ്യിൽ തോല്, പാണലിൻ്റെ തോലാണ് ഉത്തമം. ഇത് പിടിച്ച് പേട്ട തുള്ളി പേട്ട ക്ഷേത്രത്തിൽ നിന്ന് പേട്ട തുള്ളി വാവരെ നട ചുറ്റി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വന്ന് 3 വലം വെച്ച് ആ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ അത് നിക്ഷേപിക്കാനുള്ള ഇടമുണ്ട്. അവിടെ നിക്ഷേപിക്കണം. അങ്ങനെയാണ് പേട്ട തുള്ളേണ്ടിയത്. അങ്ങനെ ഞാൻ കാര്യം പറഞ്ഞ് ഇവിടെ മുക്കൂട്ടുതറ എന്ന് പറയുന്ന സ്ഥലം വന്നു. എരുമേലി നിന്ന് പമ്പയ്ക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഈ മുക്കൂട്ടുതറ എന്ന് പറയുന്ന സ്ഥലമാണ് ഒരുമാതിരി കൊള്ളാവുന്ന ഒരു വലിയൊരു ജംഗ്ഷൻ. ഇവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് 1-2 ചെറിയ ജംഗ്ഷനുകളുണ്ട്. പിന്നീട് വിജനം എന്ന് പറയാം. ഇവിടെ അങ്ങോട്ട് പിന്നെ സമയത്തും കാലത്തിനും ഏഞ്ചൽ വാലി, പമ്പാവാലി ബസ് പമ്പാവാലി വരെ ഉള്ളൂ. നമ്മൾ എരുമേലി പമ്പ പോകുന്ന റൂട്ടിൽ ബസ്. എരുമേലി പമ്പാവാലി റൂട്ടിൽ നിന്ന് ഏഞ്ചൽ വാലിക്ക് തിരിയും. അതും ഇടയ്ക്കും പിഴയ്ക്കുമൊക്കെ ഉള്ളൂ ഏഞ്ചൽ വാലിക്കും ബസ്. സ്വാമിയേ ശരണമയ്യപ്പ. ഇവിടെ മുതൽ അങ്ങോട്ട് നല്ല രസമാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമല സീസൺ ഒന്നുമല്ലാത്ത സമയത്ത് ഇവിടെ വരണം. ബൈക്കിലോ കാറോ എടുത്ത് നേരെ പമ്പയ്ക്ക് പോകണം. പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് പോകാൻ നല്ലൊരു കണ്ണിനൊരു കുളിർമയും ഒരു കാഴ്ചയുമാണ്.
ഞാൻ വന്നിട്ടുണ്ട്, യാത്ര ചെയ്തിട്ടുണ്ട്. ഒന്നല്ല 9 വട്ടമല്ല, പല പ്രാവശ്യം വന്നിട്ടുണ്ട്. സ്വാമിയേ ശരണമയ്യപ്പ. ഇതാണ് കണമല ഇറക്കം. വൃശ്ചിക 1 മുതൽ ഹരിവരാസനം പാടി നട അടക്കുന്നിടം വരെ ആക്സിഡൻറ്റ് കൂടുതൽ നടക്കുന്നൊരു സ്ഥലം. ഈ വഴി കണ്ടോ? ഈ വഴി ആ വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ മുണ്ടക്കയം പോവാം. എരുമേലി ടച്ച് ചെയ്യാതെ മുണ്ടക്കയം ടൗണിന് 1 കിലോമീറ്റർ മുമ്പാട്ട്. വലിയ വാഹനങ്ങൾ മാക്സിമം പോകാതെ ഇരിക്കുന്നതാണ് നല്ലത്. കാരണം ഒരുപാട് വളവുകൾ ഉള്ള ഒരു റൂട്ടാണ്. റോഡിന് അകലവും കുറവാണ്. ഇത് പമ്പയാറാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പമ്പയാറ്റിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് ഒരു 10-15 കിലോമീറ്റർ ലാഭിച്ച് നേരെ പമ്പ ചെല്ലാൻ പറ്റും. ഞാനൊരു തമാശ പറഞ്ഞാണ്, ആരും പോകാൻ ശ്രമിക്കണ്ട. വന്യമൃഗങ്ങളുടെ അതിരൂക്ഷമായ ശല്യവും വെള്ളം കുടിക്കാനൊക്കെ ഇറങ്ങുന്ന ഇടവുമാണ് ഈ ആറിൻ്റെ ആ ഭാഗങ്ങളെല്ലാം. ഇനി നമ്മൾ തീർത്തും ശബരിമല വനത്തിൻ്റെ അകത്തേക്ക് കയറി. ഇനി അയ്യപ്പസ്വാമിയുടെ പൂങ്കാവനമാണ്. സ്വാമി ശരണമയ്യപ്പ. ഇപ്പം ഞാൻ കാണിച്ച ആ സ്ഥലം ശബരിമല സീസൺ സമയമാകുമ്പോൾ അവിടെ വേറൊരു ലൊക്കേഷനാകും. വളകളും പാവകളും ബൊമ്മകളും ഒക്കെ വിൽക്കുന്ന കടകളും ഹോട്ടലുകളും. ശബരിമല സീസൺ സമയത്ത് വന്നവർ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് തിരിച്ചറിയാൻ സാധ്യതയില്ല. ഇതാണ് ഏഞ്ചൽ വാലി. നമുക്ക് കണ്ട ആ ബസ് വന്ന റൂട്ടാണ് പമ്പയ്ക്ക് പോകേണ്ടത്. ആ ഇടത്തോട്ട് കാണുന്ന റോഡ് നേരെ ഏഞ്ചൽ വാലി. ഏഞ്ചൽ വാലി എന്ന് പറഞ്ഞാൽ വലിയതായിട്ട് പ്രത്യേകിച്ച് പ്രായമൊന്നുമില്ല. കുറേ ആൾക്കാർ, എനിക്ക് തോന്നുന്നൊരു 100 കുടുംബത്തിനൊക്കെ താഴെ ഉള്ളൂ ആൾക്കാർ താമസിക്കുന്നുണ്ട്. കറക്റ്റ് ഉൾവനത്തിൽ കൂടെ ഉള്ളൊരു യാത്രയാണ്. ആ യാത്ര ഏതോ കാറിലോ ബൈക്കിലോ ഒക്കെ പോകുമ്പോൾ നമുക്ക് കണ്ണിന് കുളിർമയാകുന്ന ഒരു കാഴ്ച വിരുന്ന് തരുന്ന ഒരു റൂട്ടാണ്. അല്ലാതെ ഒരു പ്രത്യേകിച്ച് ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെ ഒന്നുമില്ല. ലോഡ്ജോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ കാഴ്ചക്കാർക്ക് സ്ഥലങ്ങൾ കണ്ട് ആസ്വദിക്കാൻ നല്ലൊരു സ്പേസാണ്. പേര് തന്നെ കേൾക്കുമ്പോൾ എന്തോ ഒരു ആകർഷണം നമ്മുടെ മനസ്സിൽ വരും. ഏഞ്ചൽ വാലി. അങ്ങനെ ഇനി മുമ്പോട്ട് ഉള്ള യാത്രയാണ്. മേടമാസം ശബരിമല നട തുറന്നു. ഇന്ന് ഏപ്രിൽ 18. ഇന്ന് വൈകിട്ട് 10 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കും. അതുകൊണ്ട് പമ്പയ്ക്കുള്ള വാഹനങ്ങളൊക്കെ തീരെ കുറവാണ്. പക്ഷേ റിട്ടേൺ വാഹനങ്ങൾ തുരുതുരാന്ന് വരുന്നുണ്ട്. ഞാൻ ഈ പ്രാവശ്യം അയ്യപ്പസ്വാമി ഒന്ന് കാണണം, തൊഴണം. കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അയ്യപ്പസ്വാമിയോട്. ആകെ ബുദ്ധിമുട്ടാണ്. ഞാൻ ഓട്ടോ ഓടിക്കുന്നത്. ഓട്ടോ ഒന്നുമില്ല, പട്ടിണിയും ദാരിദ്ര്യമൊക്കെ ആയി. എന്നിട്ട് അയ്യപ്പസ്വാമിയോട് കയറി അതും ഇതൊക്കെ ഒന്ന് പറയണം. അങ്ങനെ ഇലവങ്കലായി. അയ്യപ്പസ്വാമി എപ്പോൾ കാണണമെന്ന് തോന്നും അന്നേരം ഞാനിങ്ങ് പോരും. ഒരു തവണ ഞാൻ ഈ ഇലവങ്ക വന്നപ്പം ഫോറസ്റ്റുകാർ ചോദിച്ചു എവിടെ പോവാന്ന്. രാത്രിയിലാണ്. ഞാൻ പറഞ്ഞു ശബരിമലയ്ക്ക്. അതിന് നട അടച്ചല്ലോ എന്ന് പറഞ്ഞു. സ്വാമിയേ ശരണമയ്യപ്പ. അങ്ങനെ നിലയ്ക്കലായി. ഞാൻ പിന്നെ ഓർത്ത് എന്തായാലും വന്നതല്ലേ. ഞാൻ പറഞ്ഞ പമ്പയ്ക്ക് വരെയെങ്കിലും പോകണമെന്ന് പറഞ്ഞു. ഇന്നലെ പറഞ്ഞ് ഇനിയിപ്പം ആനയും കാര്യങ്ങളുമൊക്കെ റോഡിലുണ്ട്, പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഫോറസ്റ്റുകാരുടെ ഒരു 10-12 മണി വരെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അവരോടെ അവിടെ കിടന്നുറങ്ങി. അവർ ഓഫീസിലാകട്ടോ കിടന്നുറങ്ങിയിട്ട് രാവിലെ പമ്പയ്ക്ക് വിട്ടു. അങ്ങനെ വന്ന് ഗണപതി ഭഗവാനെ കണ്ട് വിഘ്നങ്ങളൊക്കെ അകറ്റണേ എന്ന് പറഞ്ഞിട്ട് ഇനി പോന്നു. ഇതാണ് അട്ടത്തോട്. ഇവിടെ ഗിരിജനങ്ങളാണ് കൂടുതൽ താമസിക്കുന്നത്. അവിടെ ഒരു ബോർഡുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഗിരിജനങ്ങളെക്കാട്ടി കൂടുതൽ നമ്മുടെ നാട്ടിൻ പ്രദേശത്തുള്ള മറ്റാൾക്കാരാണ് അവിടെ ഏറ്റവും കൂടുതൽ താമസിക്കുന്നത്. പേരിന് വേണ്ടിയുള്ളൂ അവർ താമസിക്കുന്നത്. അവിടെ ഒരു ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഗിരിജൻ കോളനി എന്നൊക്കെ. ഇവിടെ നമ്മുടെ നാട്ടിൻ പ്രദേശത്തുള്ള ആൾക്കാരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ താമസിക്കുന്നത്.
അന്നേരം ഈ ഇപ്പം ഞാൻ കാണിച്ച ഗിരിജൻ കോളനിയിൽ നിന്ന് കാണിച്ചില്ലേ, ഇവിടെ നിന്നൊരു 200 മീറ്റർ ഇവിടെ മുമ്പോട്ട് ചെല്ലുമ്പോഴാണ് ഇതാണ്ടേ ബോർഡ് എഴുതി വെച്ചേക്കുന്നുണ്ടോ, ഇവിടെയാണ് വനത്തിൽ നിന്ന് ശേഖരിക്കുന്ന പച്ചമരുന്നുകളൊക്കെ കിട്ടുന്നത്. ഈ സ്റ്റെപ്പ് അങ്ങോട്ട് ഇറങ്ങി താഴോട്ട് ഇടണം. ചെല്ലുന്ന പച്ചമരുന്ന് വിൽക്കുന്നിടത്താണ്. ഞാൻ പച്ചമരുന്നിൻ്റെ മറ്റു വീഡിയോകളൊന്നും ചെയ്തില്ല. അവർ പറഞ്ഞത് ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനമായതുകൊണ്ട് വീഡിയോ ചെയ്യണ്ട എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അകത്തെ വീഡിയോ എടുത്തില്ല. ഇതാണ് തിരുവാഭരണപ്പാത. പന്തളത്തുനിന്ന് തിരുവാഭരണം കാൽനടയായിട്ട് വന്ന് ഇവിടുന്നാണ് കൊച്ചാനവട്ടം വില്യാനവട്ടം വഴി നേരെ നീലിമല ചെല്ലുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ വഴിയെ നടന്ന് നമ്മൾ ശബരിമലയ്ക്ക് പോകാനെക്കൊണ്ട് പോവുകയാണെങ്കിൽ 6 കിലോമീറ്ററേ ഉള്ളൂ. നീലിമല ആ ടോപ്പിൽ ചെല്ലും. പക്ഷേ നമ്മളേതും വിടത്തില്ല. വന്യമൃഗങ്ങളുടെ അമിതമായ ശല്യമുള്ളൊരു മേഖലയാണ്. പകലും ആന്നേലും സീസൺ സമയത്താണെങ്കിൽ പോലും പറ്റത്തില്ല. നമ്മളെ ഫോറസ്റ്റുകാർ വിടില്ല. അതുകൊണ്ട് നിങ്ങൾ അതിന് ശ്രമിക്കണ്ട. 6 കിലോമീറ്ററേ ഉള്ളൂ. നമ്മൾ നീലിമല ടോപ്പിൽ ചെല്ലും. സ്വാമിയേ ശരണമയ്യപ്പ. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു സൈക്കിളും ഒരു ബാഗും മാത്രം ഇരിക്കുന്നു. ഞാൻ പതുക്കെ വണ്ടി സ്ലോ ചെയ്തിട്ട് എന്തുവാന്ന് നോക്കിയപ്പോൾ ആളിനെ കാണാനില്ല. പിന്നെ ഞാൻ ഇറങ്ങി വണ്ടി ഓഫ് ചെയ്തിട്ട് ഇറങ്ങി നോക്കി. അവിടെ അങ്ങ് ഒറ്റൊരാളിനെ കാണില്ല. ഞാനൊരു 10-15 മിനിറ്റോളം നിന്നു. എന്നിട്ടും ആളിനെ ഒന്നും കാണുന്നില്ല. ഞാൻ പിന്നെ ഇങ്ങോട്ട് വന്ന് പോലീസുകാരെ കണ്ടപ്പം SIയോട് പറഞ്ഞു, സാറേ എന്നോടൊക്കെ ഒരു സൈക്കിളും ഒരു ബാഗും ഇരിക്കുന്നു, ആളിനെയും കാണാനില്ല. ഇനി വല്ല ബാത്റൂമിലോ എല്ലാം പോകാതായിരിക്കുമെന്ന് ഞാൻ ആദ്യം ഓർത്തു. എന്നിട്ടും കാണാനൊന്നുമില്ല. എന്തെങ്കിലും പറ്റിയതാണെന്ന് എന്തുവെന്ന് അറിയത്തില്ല, സാറൊന്ന് പോയി നോക്കാൻ പറഞ്ഞു. അന്നേരം പറഞ്ഞ ആ സൈക്കിളും ബാഗും ആയിട്ടൊരു മാനസിക പ്രശ്നമുള്ള ഒരാളാണ്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇവിടെ കിടന്ന് കറക്കുക. ഊരേതാ പേരേതാ അഡ്രസ്സ് ഏതാ ഒന്നും നമുക്കറിയത്തുമില്ല. എന്തോ ചെയ്യാനാ മക്കളെ എന്ന് പറഞ്ഞു. അന്നേരം പിന്നെ നേരത്തെ പോലീസുകാരൊക്കെ കണ്ട ആളായതുകൊണ്ട് ഞാൻ പിന്നെ ശരി സാറേ എന്ന് പറഞ്ഞു ഞാനിങ്ങ് പോന്നു. സ്വാമിയേ ശരണമയ്യപ്പ. അങ്ങനെ ഞാൻ പമ്പയിലെത്തി. ഇന്ന് അവസാന ദിവസം, നാളെ അടയ്ക്കുന്ന ദിവസമായതുകൊണ്ട് വരവ് ഇപ്പോൾ ഒരു ശകലം കുറവാണ്. കാര്യം ഞാൻ ഇപ്പോൾ വന്നിട്ടൊരു 3 മണിയായി. എന്നാൽ തൊഴുതിറങ്ങുന്ന ശരിക്കും ആളുണ്ട് കേട്ടോ. ഞാൻ ഇന്നൊരു ലാസ്റ്റ് ദിവസമൊക്കെ ആയതുകൊണ്ട് ഞാൻ 4, 3, 7 പേരെ പ്രതീക്ഷിച്ചുള്ളൂ. പക്ഷേ വിഷുവിന് നട തുറന്നതായതുകൊണ്ട് അമിതമായിട്ടുള്ള ഭക്തരുണ്ടായിരുന്നു. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. കണ്ടോ, നല്ലപോലെ ഭക്തജനങ്ങളുടെ തിരക്കുണ്ട്. ഇന്ന് നടയടയ്ക്കുന്ന ലാസ്റ്റ് ദിവസമായിട്ടും. പക്ഷെ ഞാൻ 1-ാം തീയതി 2-ാം തീയതി ഒന്നും വരാഞ്ഞത്, ഞാൻ അമിതമായിട്ടുള്ള തിരക്കുള്ളപ്പം അയ്യപ്പസ്വാമിയെ കയറി കാണാറില്ല. എന്നാൽ ഇന്നെനിക്ക് തീർച്ചയായിട്ടും അയ്യപ്പസ്വാമിയെ കാണണം എന്ന് ആലോചിച്ച് ഇറങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ വയ്യമ്പാടൊരു 7-8 മണിയാകുമ്പോഴത്തേക്ക് തിരക്കേ കാണത്തില്ല. അന്നേരം കയറി അയ്യപ്പസ്വാമിയെ കാണണം, സങ്കടങ്ങളൊക്കെ പറയണം. ആകെ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ആയി. ഞാൻ ആ പച്ചമരുന്ന് വിൽക്കുന്നിടം കാണിച്ചല്ലോ, അവിടുത്തെ ആൾ പറഞ്ഞ് ഈ ഷുഗർ വന്ന് ഡെയിലി 3 ഇഞ്ചക്ഷൻ എടുക്കുന്നവർക്ക് പോലും അവിടെ ഒരു മരത്തിൻ്റെ വേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാഴ്ചയിലെന്ന് പറഞ്ഞാൽ തടിക്കഷ്ണം പോലെ ഇരിക്കും. പക്ഷേ അത് വേരാ. അത് നമ്മൾ വീട്ടിൽ കരിങ്ങാലി വെള്ളം തിളപ്പിച്ച് കുടിക്കുമല്ലോ, അതുപോലെ പച്ചവെള്ളം തിളപ്പിച്ചിട്ട് അതുകൂടെ പീസായിട്ട് മുറിച്ച് അതിൻ്റെ അകത്തിട്ട് തിളപ്പിച്ചൊരു 15 ദിവസം ഡെയിലി കുടിച്ചു കഴിഞ്ഞാൽ ഷുഗർ പൂർണ്ണമായിട്ട് മാറും എന്ന് അദ്ദേഹം പറഞ്ഞു. അന്നേരം മുടി കിളിക്കാനുള്ള ഏതാണ്ടൊക്കെ ഒരുപാട് പച്ചമരുന്നുകളുണ്ട്. നിങ്ങൾ വരുമ്പോൾ അവിടെ നിർത്തി നിങ്ങളുടെ അസുഖം എന്തുവാണോ അതൊന്ന് പറഞ്ഞിട്ട് അതിനുള്ള മരുന്നുകൾ അവിടെ കിട്ടാൻ സാധ്യത കൂടുതലാണ്. ഞാനിപ്പോൾ ജസ്റ്റ്
ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് വാങ്ങണ്ട. അവിടെ കണ്ട് ബോധ്യപ്പെട്ട് നിങ്ങൾക്ക് മനസ്സിന് ഓക്കെ ആണെങ്കിൽ മാത്രം. സ്വാമിയേ ശരണമയ്യപ്പ. അങ്ങനെ നീലിമല അടുക്കാറായി. നല്ല ആവിയും ചൂടുക. എന്നെ വിയർത്ത് ഒഴുകുമായിരുന്നു. ഇതാണ് കണ്ടോ, വിയർത്ത് കുളിച്ച് നിൽക്കുക ഞാൻ. ഇനി അടുത്ത മേടം ഇടവമാസമാണ്. ഇടവമാസവും നല്ല ആവിയും ചൂടും ഉള്ള സമയമാണ്. ഇതാണ് ഞാൻ മുമ്പ് കാണിച്ച അട്ടത്തോട്ടിൽ നിന്ന് തിരുവാഭരണം ഇറങ്ങി 6 കിലോമീറ്റർ കൊച്ചാനവട്ടം വെള്ളിയാനവട്ടം വഴി നീലിമല ടോപ്പിൽ വരുമെന്ന് പറഞ്ഞ് അവിടെയാണ്. ആ സ്ഥലത്താണ് വന്ന് തിരുവാഭരണം കയറുന്നത്. തിരുവാഭരണം അവിടെ നിന്ന് കയറി ശബരിപീഠത്ത് വന്ന് ശബരിപീഠത്തു നിന്നാണ് ശബരിമല ക്ഷേത്രത്തിൻ്റെ പ്രതിനിധികളും ദേവസ്വം ബോർഡും എല്ലാം തിരുവാഭരണം സ്വീകരിച്ച് ആനയിച്ച് ശബരിമലയ്ക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഇനി അപ്പാച്ചിമേട് കയറിക്കൊണ്ടിരിക്കുക. നമ്മൾ ആ അപ്പാച്ചിമേട് ടോപ്പുണ്ടല്ലോ, ആ ടോപ്പിൽ നമ്മുടെ ഈ തണ്ണിമത്തം വയ്ക്കുന്ന പിള്ളേർ, അപ്പോഴത്തെ സമയം ഒരു 5:30 അവർ തിരുവനന്തപുരംകാരാണ്. ഇനി അത് മുറിച്ച് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കച്ചവടം നടക്കത്തില്ല. പിന്നെ വൈകിട്ട് ആയതുകൊണ്ട് തീരെ പാനീയങ്ങൾ ഈ സാധനം വിൽപ്പന നടക്കാത്തത് കൊണ്ട് അവരെനിക്കൊരു 3-4 ഫ്രീ ആയിട്ട് തന്നു. അവർക്കിത് എങ്ങനെയും തിരിച്ചല്ലെങ്കിൽ കൊണ്ടുപോകണ്ടേ, അല്ലെങ്കിൽ എടുത്ത് വേസ്റ്റായിട്ട് കളയണം. അതുകൊണ്ട് അതുവഴി വന്ന അയ്യപ്പന്മാർക്കെല്ലാം വിളിച്ചതങ്ങ് ഫ്രീ ആയിട്ട് കൊടുത്തു. അങ്ങനെ ആ പിള്ളേർ സെറ്റ് ചെയ്തു. ചിലവരൊക്കെ നിറഞ്ഞ് എടുത്ത് കളഞ്ഞാലും ആർക്കും കൊടുക്കത്തില്ല. സ്വാമിയേ ശരണമയ്യപ്പ. അങ്ങനെ ശബരിപീഠവും ആയി. ഇനി ഇവിടുന്ന് എൻ്റെ നടപ്പ് ഞാൻ സ്പീഡാക്കും. കാരണം സന്ധ്യ ആകുമ്പോഴത്തേക്ക് സന്നിധാനത്ത് ചെല്ലണം. അതുമാത്രവുമല്ല, വെള്ളം കുടിച്ച് വയറെല്ലാം കൂടെ വീർത്തുകൊണ്ട് ഉച്ചയ്ക്ക് ആഹാരമൊന്നും കഴിച്ചില്ല. സന്നിധാനത്ത് ചെന്നിട്ട് വേണം ഭക്ഷണം വല്ലതും കഴിക്കാൻ. അങ്ങനെ മരക്കൂട്ടം കഴിഞ്ഞു. ഇങ്ങോട്ട് തൊഴുതിറങ്ങി വരുന്ന ഈ അയ്യപ്പന്മാരിലെ ഭൂരിഭാഗം ആൾക്കാരും ഇന്ന് വന്നവരല്ല. ഈ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ വന്നവർ ഇന്നലെയൊക്കെ വന്ന് അവിടെ സന്നിധാനത്ത് കിടക്കുന്നവരാണ്. അവരൊക്കെ 1, 2, 3 പ്രാവശ്യം കയറി അയ്യപ്പസ്വാമിയെ കണ്ട് തൊഴുതിട്ട് ആണ് തിരികെ മടങ്ങുന്നത്. ആ സ്വാമിമാരെ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. കാര്യം തന്നെ അവർ ചിലപ്പോൾ 2 വർഷം 3 വർഷം അല്ലെ 5 വർഷം ഒക്കെ കൂടിയിരിക്കുമ്പോഴായിരിക്കും ഒരിക്കൽ അയ്യപ്പസ്വാമിയെ കാണാൻ വരുന്നത്. അന്നേരം 2-3 പ്രാവശ്യമൊക്കെ കാണാനെ കൊണ്ട് അവർക്ക് അതിയായ മോഹം കാണും. അതുകൊണ്ടൊക്കെ നിൽക്കുന്നതാണ്. പക്ഷേ സന്നിധാനത്ത് എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുമ്പം മൊത്തത്തിലാകെ തിക്കും തിരക്കും കാര്യങ്ങളും ആകും. അങ്ങനെ വേറൊരു സൈഡിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ട്. നടപ്പന്തലിൻ്റെ അങ്ങേ അറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ ഒറ്റ ആളുമില്ല. ഇന്ന് പടിപൂജയുണ്ട്. പടിപൂജ കാണാനെ കൊണ്ട് ഈ ഇരിക്കുന്നതിലെ ഒരു 90% ഭക്തരും തൊഴുത് ഇറങ്ങിയവരാണ്. ഇന്ന് പടിപൂജ ഉള്ളതുകൊണ്ട് പടിപൂജ കാണാനെ കൊണ്ട് ഇരിക്കുന്നവരാണ് അതിലെ ഒട്ടുമിക്ക ആൾക്കാരും. കേട്ടോ, പടിയൊട്ടി കയറാൻ ആളൊന്നുമില്ല. ഇടയ്ക്കും പിഴയ്ക്കും പൊഴിഞ്ഞ് ഓരോ ആൾക്കാർ വരുന്നതേ ഉള്ളൂ. ഇതാണ് സന്നിധാനത്തെ കാഴ്ച. സന്നിധാനത്തും പറയത്തക്ക തിരക്കോ കാര്യങ്ങളോ ഇല്ല. ഇന്ന് പുഷ്പാഭിഷേകമുണ്ട്. അഭിഷേകത്തിനുള്ള പൂക്കളാണ് തയ്യാറാക്കി വെച്ചേക്കുന്നത്. അത് അഭിഷേകത്തിന് നേർന്നവരും ദേവസ്വം ബോർഡും ചേർന്നാണ് അത് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. സ്വാമിയേ ശരണമയ്യപ്പ.